ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും യദുകുലത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഖണ്ഡാകർണൻ്റെ കഥ കേട്ടാലോ? ഖണ്ഡാകർണൻ, അതായത് നമ്മളൊക്കെ പറയും, നമ്മുടെ പാലക്കാട്ടുകാരൊക്കെ പറയുന്ന ഖണ്ഡാകർണൻ എന്നാണ് അല്ലേ. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഖണ്ഡാകർണനാണ്. ഹരിവിരോധിയായിരുന്ന ഈ ഖണ്ഡാകർണൻ്റെ കഥയൊന്ന് നമുക്ക് കേൾക്കാം. സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ബദരികാശ്രമം. ദേവന്മാരാണ് 6 മാസം ഭഗവാനെ അവിടെ പൂജിക്കുന്നത്. 6 മാസം മനുഷ്യനും, പിന്നെ ഫുള്ളും മഞ്ഞുമൂടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ബദരികാശ്രമത്തിന് കാവൽക്കാരനായി നിൽക്കുന്ന ഒരാളുണ്ട്. ബദരികാശ്രമത്തിന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ഭാരതത്തിൻ്റെ അതിർത്തി ഗ്രാമമായിട്ടുള്ള മാനാ ഗ്രാമം. അവിടെയാണ് ബദരികാശ്രമത്തിനെ പരിപാലിക്കുന്ന ദ്വാര കവാടം കാത്തുസൂക്ഷിക്കുന്ന ഖണ്ഡാകർണൻ എന്ന ഭഗവാന്റെ ഒരു ഭക്തന്റെ ക്ഷേത്രം നിലനിൽക്കുന്നത്. ശിവഭക്തരും വിഷ്ണു ഭക്തരും തമ്മിൽ അടികൂടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. ഏറ്റവും വലുത് ശിവനാണ്, ഏറ്റവും വലുത് ഹരിയാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണല്ലേ. എല്ലാം ഒന്ന് തന്നെയാണ്, പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നും പൂർണ്ണ രൂപത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഹരിയിൽ നിന്നെല്ലാം ഉണ്ടായി എന്നുള്ളത് അല്ലേ. അപ്പോൾ വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരും തമ്മിൽ അടികൂടുന്ന ഈ കാലഘട്ടത്തിൽ എന്നാൽ അവർ രണ്ടാളും ഒന്ന് തന്നെയാണ് എന്നുള്ളത് അറിയണം എന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരു ഭേദവും ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിശാചിന്റെ ജന്മത്തിലാണ് നമ്മളുടെ ഖണ്ഡാകർണൻ നിൽക്കുന്നത്. ഭഗവാനോട് അഗമ്യമായ സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ എന്താണ് പിശാചായാലും വേറെന്തായാലും ഭഗവാന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ ഖണ്ഡാകർണൻ പിശാചിന്റെ രൂപത്തിലാണ്, പ്രേതമല്ല പിശാജ് രൂപത്തിലാണുള്ളത്. അങ്ങനെയുള്ള ആളാണ് ഭഗവാനെ പൂജിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തായിരിക്കും ആ പിശാചിനും പറയാനുണ്ടാവില്ലേ ഒരു കഥ? ആ കഥയിലേക്ക് പോവാം. ദേവന്റെ പദവിയോളം ഭഗവാൻ ഉയർത്തും. അതായത് പിശാചായാലും പ്രേതമായാലും ഭക്തനായി തീർന്നാൽ ഭഗവാൻ ദേവനോളം, ദേവന്മാർക്ക് എത്രമാത്രം സ്ഥാനമാണോ ഭഗവാൻ കൊടുത്തിട്ടുള്ളത് അതേ സ്ഥാനം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഖണ്ഡാകർണന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഖണ്ഡാകർണനെ പറ്റി പറയുന്നത് ആദ്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആദ്യമൊക്കെ ഖണ്ഡാകർണൻ ആരാണ് എന്താണെന്നുള്ളതൊക്കെ വിവക്ഷിച്ചിട്ടുള്ളത് ഹരിവംശ പുരാണത്തിലാണ്. ഹരിവംശ പുരാണത്തിലെ ഭവിഷ്യപർവ്വത്തിലാണ് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഖണ്ഡാകർണനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, വിവക്ഷിച്ചിരിക്കുന്നത്. തിരുക്കൊല്ലൂർ പെൺപിള്ളൈ രഹസ്യം എന്നൊരു പ്രസിദ്ധ ഭക്തി കാവ്യമുണ്ട്. ഇതില് ഖണ്ഡാകർണനെ കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഖണ്ഡാകർണൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ആ തമിഴ് കാവ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാവ്യം തമിഴ്നാട്ടില് വൈഷ്ണവ ഭക്തന്മാർക്കിടയിൽ വളരെ പ്രചാരമായി ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊരു പെൺകുട്ടി രാമാനുജാചാര്യനോട് പറയുന്നതാണ്. ആ പെൺകുട്ടി രാമാനുജ ആചാര്യനോട് തൻ്റെ ഭക്തി എത്രത്തോളം കേവലമാണെന്ന് പറയുന്നതാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാന്റെ 81 പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചാണ് പെൺകുട്ടി ആചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ ഉത്തമന്മാരായിട്ടുള്ള 81 ഭക്തന്മാരുണ്ട്. ആ ഭക്തന്മാരുടെ കഥകളാണ് ഈ ഒരു ചെറിയ പെൺകുട്ടി നമ്മുടെ ആചാര്യന് പറഞ്ഞു കൊടുക്കുന്നത്, രാമാനുജാചാര്യന് പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ ഭക്തിയുടെ അത്രയും ഞാൻ എത്തിയിട്ടില്ല എന്നും അതേപോലെ തന്നെ ആ കാവ്യത്തിലൂടെ ആ പെൺകുട്ടി ആചാര്യന് പറഞ്ഞു കൊടുക്കും. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭക്തി ഉണ്ട് വെച്ചാൽ എനിക്ക് അത്ര ഭക്തിയുണ്ട് ഇത്ര ഭക്തിയുണ്ട് എന്ന് പറയില്ലേ. പക്ഷെ ആ കുട്ടി അത്രയും ഗ്രഹിച്ചിട്ട് കൂടിയിട്ട് ഭഗവാന്റെ 81 പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടും പറയുന്നതാണ് അവരുടെ അത്ര ഭക്തിയൊന്നും എനിക്കായിട്ടില്ല എന്ന്. അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ ആചാര്യന്. ആ 81 പരമഭക്തരിൽ ഒരാളായിട്ടാണ് പറയുന്നത്. ആ 81 ഭഗവാന്റെ പരമഭക്തന്മാരിൽ ഒരാളാണ് ഖണ്ഡാകർണൻ. ഖണ്ഡാകർണന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഖണ്ഡാകർണൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഖണ്ഡാകർണൻ ഒരു പിശാചിന്റെ ജന്മമായിരുന്നു. മനുഷ്യമാംസം തിന്ന് ജീവിക്കും. ശവശരീരമാണ് ഭക്ഷിക്കുക. പിശാചാണല്ലോ. അതെന്തുകൊണ്ടാ? മുൻജന്മ പാപകർമ്മം
ആ മുൻജന്മ പാപകർമ്മത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന ജന്മത്തിൽ നമ്മൾ അത് അനുഭവിച്ചു തീരും എന്നുള്ളതാണ്. അങ്ങനെ അപ്രകാരം എത്തിപ്പെട്ടു എങ്കിലും ആ ജന്മത്തില് പരമശിവന്റെ പരമഭക്തനുമായിരുന്നു, മഹാദേവന്റെ പരമഭക്തനുമായിരുന്നു ഘണ്ടാകർണൻ. സദാ മഹാദേവന്റെ ധ്യാനം, സദാസമയം മഹാദേവനെ പറ്റിയിട്ട് ധ്യാനിച്ചിരിക്കുക, പ്രാർത്ഥിക്കുക, പൂജിക്കുക, അങ്ങനെ എന്ത് പറയുമ്പോഴും മഹാശിവനെ പറ്റി പറയുക അല്ലെങ്കിൽ പരമശിവനെ പറ്റി പറയുക എന്നത് മാത്രമായിരുന്നു ഘണ്ടാകർണൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദുസ്വഭാവം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഈശ്വരന്മാർ തമ്മിൽ വിഭിന്നതയില്ല, വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ പറയുക, ഘണ്ടാകർണന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് ദുസ്വഭാവം എന്നറിയാമോ? മറ്റു ദേവീദേവന്മാരെ ആരാധിക്കുന്നവരടുത്ത് കടുത്ത ദേഷ്യം. വേറെ ദേവീദേവന്മാരെയൊക്കെ, ശിവനും പാർവതി അല്ലാതെ മറ്റുള്ള ആളുകളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരുന്നു. എല്ലാവരേക്കാളും ഉയർന്ന സ്ഥാനത്താണ് ശിവൻ, ശിവനാണ് ഏറ്റവും വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ശിവാരാധന, അതുകൊണ്ട് എല്ലാവരെ കൊണ്ടും എന്തു പറയും, ശിവാരാധനയാണ് ചെയ്യേണ്ടത്, വേറൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഘണ്ടാകർണൻ എല്ലാവരും പേടിപ്പിക്കും. ശിവപൂജ ചെയ്യണം, ശിവാരാധന ചെയ്യണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വിഷ്ണുവിനെ ആരാധിക്കുന്നവരോട് വളരെയധികം വെറുപ്പാണ്. നാരായണ മന്ത്രം ചൊല്ലുന്നത് കേട്ടാൽ തന്നെ അവിടെ നിന്ന് അയാൾ ഓടി ഒളിക്കും. പിന്നെയോ അല്ലെങ്കിൽ ചെവി പൊത്തും, ആ സൗണ്ട് നാരായണ മന്ത്രം കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഘണ്ടാകർണൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ചെവികൾ രണ്ടും കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് സൗണ്ട് കേൾക്കാതാക്കും. മാത്രവുമല്ല മറ്റ് ദേവീദേവന്മാരെ ആരാധിക്കുന്നവയെ ഉപദ്രവിക്കാനും കൊല്ലാനും ഭക്ഷിക്കാനും ശ്രമിച്ചു. അപ്പൊ താൻ പറയുന്നൊന്നും കേൾക്കാതെ മറ്റുള്ള ആൾക്കാര്, ശിവനെ കൂടാതെ മറ്റുള്ള ആൾക്കാരെ ആരാധിക്കുമ്പോൾ അവരെയൊക്കെ നമ്മുടെ ഘണ്ടാകർണൻ പിടിച്ച് കൊല്ലുന്നു, തല്ലുന്നു. എന്നിട്ട് ആ ശവത്തിനെ എടുത്ത് ഭുജിക്കുക, കഴിക്കുക. അതൊക്കെയാണ് ഈ പിശാചിന്റെ ജന്മമായിട്ടുള്ള ഘണ്ടാകർണൻ ചെയ്തത്. അങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന പാപിയാണ് ഘണ്ടാകർണൻ, മഹാപാപിയായിട്ടുള്ളവനാണ് ഘണ്ടാകർണൻ. ഒടുവിൽ മോക്ഷം കിട്ടണമെന്ന് അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യാണ്, എനിക്ക് മോക്ഷം കിട്ടണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോൾ മോക്ഷം കിട്ടണം എന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി തനിക്ക് ശിവലോകങ്ങളിൽ എത്തിച്ചേരണം, ശിവലോകങ്ങളിലേക്ക് എനിക്ക് പ്രാപിക്കണം, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനെ തപസ്സു ചെയ്യുകയാണ് ഘണ്ടാകർണൻ. അങ്ങനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കൈലാസത്തിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ അപ്പോൾ പ്രീതിപ്പെടുത്തിയിട്ട് പറയുകയാണ്, കൈലാസത്തിലേക്ക് പോകുന്ന യാത്ര തിരക്കായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ അദ്ദേഹം ബദ്രികാശ്രമത്തിൽ എത്തുകയാണ്. അവിടെയാണെങ്കിലോ ധാരാളം വൈഷ്ണവ സന്യാസിമാർ സദാ സമയവും നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ട്, അതായത് ബദ്രികാശ്രമത്തിന്റെ ചുറ്റുപാടും ഫുള്ളും എന്ത് തന്നെയാണ്, നാരായണ മന്ത്രം മാത്രമാണ് ചൊല്ലുന്നത്. അപ്പൊ നാരായണ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതൊക്കെ അദ്ദേഹം കാണുകയാണ് ചെയ്യുന്നത്. ഈ നാരായണ മന്ത്രം കേൾക്കുമ്പോൾ അവന് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ്, ദേഷ്യം ഉണ്ടാവുകയാണ്, അസ്വസ്ഥത ഉണ്ടാവുകയാണ്. ആ അസ്വസ്ഥത തോന്നുമ്പോൾ ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെവി പൊത്തിപ്പിടിക്കുകയും എന്നിട്ടും മന്ത്രോച്ചാരണം ഇങ്ങനെ ചെവി തുളഞ്ഞ് നാരായണ നാരായണ എന്നുള്ള മന്ത്രം ചെവി തുളഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഘണ്ടാകർണന് സഹിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു, 2 മണികൾ വാങ്ങിയിട്ട് രണ്ട് മണി വാങ്ങിയിട്ട് എന്ത് ചെയ്തു, 2 ചെവിയിലും അങ്ങോട്ട് കെട്ടിത്തൂക്കി. അപ്പൊ ആരെങ്കിലും നാരായണ മന്ത്രം ഉച്ചരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനിങ്ങനെ ആട്ടും, ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇവരുടെ നാരായണ മന്ത്രം അദ്ദേഹത്തിന് കേൾക്കില്ല, ഘണ്ടാകർണന് കേൾക്കില്ല. അങ്ങനെ കർണങ്ങളിൽ മണി കെട്ടി തൂക്കിയ ആ പിശാച് ഘണ്ടാകർണൻ എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് ഘണ്ടാകർണൻ എന്ന പേര് വരാനുള്ള കാരണം. കർണം പറഞ്ഞ ചെവി. അപ്പൊ ആ മണി കെട്ടി തൂക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഘണ്ടാകർണൻ എന്ന് പേര് വരാനുള്ള കാരണം. അങ്ങനെ അദ്ദേഹത്തിന് കൈലാസത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, മനസ്സിനും ശരീരത്തിനും അത്രയ്ക്ക് പരിശുദ്ധി ഒന്നും ഘണ്ടാകർണന് വന്നിട്ടില്ല. എന്താണ്, പൈശാചികമായിട്ടുള്ള ജീവിതമാണ്. എല്ലാവരെയും തല്ലിയും കൊന്നും ഭീകരമായ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ മാംസമൊക്കെ തിന്നുന്ന ആളായതുകൊണ്ട് കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കടുത്ത ശിവഭക്തനും കൂടിയായിരുന്നു, എന്നിട്ടും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കൈലാസത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് അനേകം വർഷങ്ങളോളം അദ്ദേഹം തപസ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഭഗവാനെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്തു, ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ശിവന് നന്നായിട്ട് അറിയാം ഹരിവിരോധിയാണ് ഘണ്ടാകർണൻ എന്ന്. അങ്ങനെ വർഷങ്ങളോളം ഘണ്ടാകർണൻ തപസ് ചെയ്യുന്നു. ആ തപസ്സിൽ ചെയ്യുമ്പോൾ ഭഗവാന് നന്നായിട്ട് അറിയാം, മഹാദേവന് നന്നായിട്ട് അറിയാം ഘണ്ടാകർണൻ ഹരിവിരോധിയാണ്.
ഭഗവാൻ നാരായണനെ വളരെ വെറുപ്പാണ് അദ്ദേഹത്തിന് എന്ന് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിഹര രൂപം സ്വീകരിച്ചിട്ടാണ് ഘണ്ടാകർണന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായിട്ട് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഹരിഹരന്റെ രൂപത്തിലാണ്. പാതി ഹരിയും പാതി ഹരനും ആയിട്ടുള്ള രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഹരിഹര തത്വം ഏകമാണെന്ന് തന്റെ ഭക്തനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മഹാദേവൻ ഹരിയുടെയും ഹരന്റെയും രൂപമായിട്ട് ഘണ്ടാകർണന്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വന്നു എങ്കിലും അതവന് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കി. ഹരിയുടെയും ഹരന്റെയും രൂപത്തിൽ വന്ന തന്റെ ഭഗവാനെ നോക്കിയപ്പോൾ അവനത് ഇഷ്ടമായില്ല. അവന് ഭയങ്കര ഇറിറ്റേഷനായി. ഹരിയുടെ ഭാഗത്തേക്ക് അവൻ നോക്കിയില്ല. പാതി ഹരിയും പാതി ശിവനും ആണല്ലോ. അപ്പോൾ ആ ഹരിയുടെ ഭാഗത്തേക്ക് ഘണ്ടാകർണൻ നോക്കുന്നേ ഇല്ല. അതെൻ്റേതല്ല, എനിക്കത് കാണണ്ട, എനിക്കിഷ്ടമല്ല എന്നുള്ള ഭാവത്തിൽ ശിവഭഗവാന്റെ ഭാഗം മാത്രം നോക്കുകയാണ് ചെയ്യുന്നത്. ശിവന് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അദ്ദേഹം സ്വസ്വരൂപം സ്വീകരിച്ച് അവനോട് പറയുകയാണ്. അങ്ങനെ ശിവഭഗവാൻ തൻ്റെ ആ പാതി രണ്ട് ഭാഗമാണ്ടായിരുന്നത് മാറ്റിയിട്ട് ഒറിജിനൽ ശിവഭഗവാന്റെ പൂർണ്ണരൂപമായിട്ട് വന്നിട്ട് സ്വസ്വരൂപം സ്വീകരിച്ചിട്ട് ഘണ്ടാകർണനോട് പറയുകയാണ്, അങ്ങ് എന്തിനു വേണ്ടിയാണോ തപസ്സിന് ഇരുന്നത് അത് ഹരിക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങയ്ക്ക് മോക്ഷം വേണം എന്നല്ലേ അങ്ങ് ആഗ്രഹിച്ചത്. ആ മോക്ഷത്തിന് വേണ്ടിയല്ലേ അങ്ങ് എന്നെ തപസ് ചെയ്തത്. എന്നാൽ ഒരു സത്യം തിരിച്ചറിയൂ, അങ്ങ് എന്തിനു വേണ്ടിയാണോ ഈ തപസ് അനുഷ്ഠിച്ചത്, ആ തപസ് അനുഷ്ഠിച്ച് കിട്ടുന്ന ആ ദേവൻ അല്ലെങ്കിൽ അത് തരാനുള്ള കഴിവ് എനിക്കില്ല. അത് ഹരിക്ക് മാത്രമാണ്. അത് ശ്രീഹരിക്ക് മാത്രമേ മോക്ഷം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് ശ്രീഹരിയെ പ്രത്യക്ഷപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും അങ്ങേക്ക് മോക്ഷം ലഭിക്കാനും ശ്രീമൻ നാരായണനു വേണ്ടി തപസ് ചെയ്യൂ. ഭഗവാനെ കാണൂ. ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് എന്നെ തപസ്സിരിക്കുന്നത് പോലെ, എന്നെ കാണാൻ തപസ്സിരിക്കുന്നത് പോലെ ശ്രീമൻ നാരായണ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ടും മോക്ഷം നൽകുന്നതിന് വേണ്ടിയിട്ടും അങ്ങ് അദ്ദേഹത്തെ ഭജിക്കുകയും ചെയ്യൂ, തപസ്സിരിക്കൂ, എന്നിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തൂ എന്ന് പറയുകയാണ് മഹാദേവൻ. അങ്ങനെ ഹരിയെയും ഹരനെയും രണ്ടായി കാണുന്നത് തന്നെ ഏറ്റവും വലിയ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഹരി ആരാണ്, ഹരൻ ആരാണ്, രണ്ടും ഒന്നാണ്. ഓരോ ലീലകൾ ആടുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ഭാഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് അല്ലേ. അതായത് മഹാവിഷ്ണു എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറേ ജനനവും അതുപോലെ സൃഷ്ടിസ്ഥിതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വീഴ്ചകൾ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാർക്ക് നമുക്കത് ജോലിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഓരോരാളും ക്ലിയർ ചെയ്യല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനിൽ നിന്ന് തന്നെ ബ്രഹ്മാവിനെയും ശിവനെയും മറ്റുള്ള ദൈവങ്ങളെയും ഒക്കെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഹരിയും ഹരനും എന്ന് പറയുന്നത് രണ്ടാണെന്ന് പറയുന്നത് മഹാമോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും വലിയ അജ്ഞതയാണ്. ആ പടുകുഴിയിൽ കിടക്കുന്ന ഇവൻ എപ്പോഴാണ് ഹരിഹര തത്വം അറിയുന്നത്? അപ്പൊ പിശാചും കൂടിയാണ് ഘണ്ടാകർണൻ അല്ലേ. ഈ പിശാചും കൂടിയായിട്ടുള്ള ഘണ്ടാകർണന് ഈ ഹരിയും ഹരനെയും വേറിട്ട് കാണുമ്പോൾ ആ അജ്ഞതയുടെ പടുകുഴിയിലേക്ക്, വീണ്ടും അറിവില്ലായ്മയുടെ പടുകുഴിയിലേക്കാണ് അത് കടന്നു പോകുന്നത്. അപ്പം അതങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീമൻ നാരായണമൂർത്തിയെ അങ്ങ് തപസ് ചെയ്യൂ, തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തൂ എന്ന് പറയാണ്. അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പിന്നീട് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഈ ഭഗവാന്റെ ഈ സത്യത്തെ അല്ലെങ്കിൽ ഭഗവാൻ ഈ ഒരു കാര്യത്തെ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ എന്നുള്ള തത്വം അറിയുന്നത് എപ്പോഴാണ്? അതിന് എപ്പോൾ ഇദ്ദേഹത്തിന് സാധിക്കും? ശ്രീഹരിയെ തപസ്സിരിക്കണം, നാരായണ മന്ത്രമൊക്കെ ഉച്ചരിക്കണം, നാരായണനെ പൂജിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് നീ ഉദ്ദേശിച്ചിട്ടുള്ള ആ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന ആ തത്വം ആർക്കാണോ പറയാതെ തന്നെ അറിയുന്നത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള മോക്ഷം പെട്ടെന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു അത്ഭുതം ജനിക്കുകയാണ്. ഓ, ഹരിയും ഹരനും ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നുകയാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നുകയാണ്. അപ്പോൾ ഇത്രയും നാൾ താൻ ശിവപൂജയും മന്ത്രവും ആരാധനയും ചെയ്തതെല്ലാം വ്യർത്ഥമായിരുന്നു. അപ്പൊ ഘണ്ടാകർണന് തോന്നുകയാണ്, അപ്പൊ ഞാൻ ഇത്രയും നാളും ഒരു നല്ലൊരു ശിവഭക്തനായിരുന്നു അല്ലേ, അപ്പൊ ശിവഭഗവാനെ പൂജിച്ചതും എല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നോ, അല്ലെങ്കിൽ ചെയ്തതിന്റെ ഫലമൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നോ എന്ന് പറയാണ്.
അപ്പോൾ ദേവനോട് ചോദിക്കുകയാണ്, മഹാദേവനോട് ചോദിക്കുകയാണ്, മറ്റ് ഭൗതികപരമായ എന്തും എനിക്ക് നൽകാൻ സാധിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഖണ്ഡാകർണ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ പറ്റും. മറ്റു ഭൗതിക ലോകത്തിലും വേണ്ട എന്ത് സാധനം വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അത് അങ്ങേക്ക് തരും. പക്ഷേ ഈ മോക്ഷം എന്ന് പറയുന്ന ഈ സാധനം എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്കത് സാധിക്കില്ല, അത് ശ്രീമൻ നാരായണമൂർത്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ചോദിക്കും, എവിടെ പോയാൽ ഈ ശ്രീമൻ നാരായണമൂർത്തിയെ കാണാൻ പറ്റും? അങ്ങനെ ആ ഒരു ഇഷ്ടം ജനിക്കുകയാണ്, എവിടെ പോയാലാണ് നാരായണമൂർത്തിയെ കാണാൻ പറ്റുക എന്ന് ചോദിക്കണം. എവിടെ ഇരുന്ന് എനിക്ക് തപസ് ചെയ്യണം? അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. എവിടെ പോയാൽ കാണാൻ പറ്റും? എവിടെ ഇരുന്ന് തപസ് ചെയ്യണം? എങ്ങനെയാണ് ഞാൻ തപസ് ഇരിക്കേണ്ടത്? അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദ്വാപരയുഗമാണ് ഇപ്പോൾ. ശ്രീമൻ നാരായണൻ പരിപൂർണ രൂപം എടുത്തിട്ട് വന്നിട്ടുണ്ട് ദ്വാരകയില്, ശ്രീകൃഷ്ണനായിട്ട് ജന്മം എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നീ ദ്വാരകയിൽ ചെന്ന് കാണുക, ഇല്ല എന്നുണ്ടെങ്കിൽ ദ്വാരകയിൽ ചെന്നിട്ട് ഭഗവാനെ നേരിട്ട് നിനക്ക് കാണാം, അല്ല എന്നുണ്ടെങ്കിൽ നീ കുറച്ച് നാള് ബദരികാശ്രമത്തിൽ പോയിട്ട് തപസ് ചെയ്യൂ എന്ന് മഹാദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ധ്യാനിക്കൂ, നാരായണ മന്ത്രത്തെ ഉച്ചരിച്ച് സദാ ജീവിക്കൂ, ഭഗവാൻ നിന്റെ കൺമുമ്പിൽ വരും. കാരണം പറയാണ്, നീ അങ്ങനെ ഇങ്ങനെയൊന്നും എന്താ പറയുക അവിശ്വാസം കാണിക്കണ്ട, നീ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ തപസ് ചെയ്യൂ, തീർച്ചയായിട്ടും ഭഗവാൻ നിന്റെ മുൻപിൽ വന്ന് നിൽക്കും. നീ അവിടെയൊന്നും ഭഗവാനെ കാണാൻ പോകേണ്ട കാര്യമില്ല, നിന്നെ കാണാൻ ഭഗവാൻ വരും പറയാണ്. അതെന്താ കാരണം? എൻ്റെ അടുത്ത് ഒരു വരം ചോദിക്കാൻ വേണ്ടിയിട്ട് മഹാശിവൻ, അത് ശിവഭഗവാൻ പറയുകയാണ് ഖണ്ഡാകർണനോട്, എൻ്റെ അടുത്ത് എന്നെ കാണാൻ ഭഗവാൻ വരുന്നുണ്ട്. എന്തിനാണ് വരുന്നത്? ഒരു വരം ചോദിക്കാനായിട്ട് കൃഷ്ണൻ കൈലാസത്തിലേക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവന് വീണ്ടും അത്ഭുതം തോന്നും. ഏറ്റവും വലിയ ആളാണ് നാരായണമൂർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിവഭഗവാനോട് വരം ചോദിക്കാൻ എന്തിനാ വരുന്നേ? ആകെ ഖണ്ഡാകർണന് സംശയമായി, അങ്ങനെ ആശയക്കുഴപ്പത്തിലായി. ഇപ്പോൾ ശിവൻ പറഞ്ഞതില്ലേ ഉള്ളൂ, മോക്ഷം വേണമെങ്കിൽ നാരായണമൂർത്തിയെ ഭജിക്കണം, ധ്യാനിക്കണം, അതാണ് എന്ന് പറഞ്ഞു. അതേപോലെ ആ നാരായണൻ വരും, വരം ചോദിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരും, ശിവന്റെ അടുത്തേക്ക് വരും എന്ന് പറയുന്നു. അപ്പൊ ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഏറ്റവും വലിയ ആളാണല്ലോ, അയാൾക്ക് വരം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നാരായണനോട് ഒരു വരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അങ്ങ് ഏതെങ്കിലും അവസാനത്തെ ഒരു അവതാരം എടുക്കുന്ന സമയത്ത് ഭഗവാനോട് ശിവഭഗവാൻ ചോദിച്ചത്, അങ്ങയുടെ അവതാര ലീലകൾ ആടുമ്പോൾ ഏതെങ്കിലും ഒരു അവതാരം ആടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു വരം ചോദിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ശിവഭഗവാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഇവിടെ ഇരുന്ന് ഭജിച്ചാൽ മതി, തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഭഗവാൻ ഇവിടെ വരും. അപ്പൊ എന്നെ ഭജിക്കണം, എന്നെ പൂജിക്കണം, അങ്ങേക്ക് ഒരു വരം നൽകാനുള്ള ഭാഗ്യം നൽകണം, ശിവാംശമുള്ള ഒരു പുത്രപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ശ്രീമൻ നാരായണൻ ശ്രീകൃഷ്ണ ഒരു അവതാരം എടുത്തിട്ട് കൈലാസത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? എന്നെ ഭജിക്കണം, എന്നെ പൂജിക്കണം. എന്തിനാണ്? അപ്പോഴാണ് വരം നൽകാനുള്ള ഭാഗ്യം നൽകുന്നത്. അപ്പോൾ ആ വരം നൽകാനുള്ള ഭാഗ്യത്തിൽ എന്താണ് ചോദിക്കാൻ പോകുന്നത്? ശിവാംശമായിട്ടുള്ള ഒരു പുത്രപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. കൈലാസത്തിലേക്ക് വരും. ആ സമയത്ത് കൈലാസത്തിലേക്ക് വന്നാൽ പിന്നെ എവിടേക്കും വരും? ബദ്രിയിലേക്കും, ബദ്രികാശ്രമത്തിലേക്കും എന്തായാലും വരും. അവിടെ വെച്ച് നിനക്ക് കാണാം. അപ്പൊ നീ ബദ്രികാശ്രമത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ എൻ്റെ അടുത്ത് വരം ചോദിക്കാൻ വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ബദ്രികാശ്രമത്തിൽ കയറും. അപ്പൊ നിനക്കും കാണാം, ഭഗവാനും കാണാം, ദർശനഭാഗ്യം കിട്ടും. മഹാഭാഗ്യമാണ് ഭഗവാന്റെ ദർശനഭാഗ്യം എന്ന് പറയുന്നത്. ആ പുണ്യമായിട്ടുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ നീ തപസ്സു ചെയ്യണം, ധ്യാനിക്കണം, പൂജിക്കണം, നാരായണ മന്ത്രം ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഭാഗവതത്തില് 12ാമത്തെ ഒരു 12 ഭാഗവത ഉത്തമന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് രുദ്രൻ. ഭാഗവതത്തില് 12 ഭാഗവതോത്തമന്മാരായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ആളുകളെ പറ്റി പറയുന്നതിൽ ഒരാളാണ് രുദ്രൻ. ശിവഭഗവാന്റെ തന്നെ ഒരു രൂപമാണ് മഹാദേവൻ. രുദ്രൻ പറഞ്ഞാലും ആര് തന്നെയാണ്? മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവനെ അറിഞ്ഞാൽ മാത്രമേ നാരായണനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ രുദ്രഭഗവാനെ അല്ലെങ്കിൽ ആ മഹാദേവനെ പറ്റിയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് നാരായണനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഉത്തമനായിട്ടുള്ള ഒരു ദേവഭക്തൻ നാരായണനിലൂടെ തീർച്ചയായും മോക്ഷപ്രാപ്തിക്ക് അർഹനായി തീരും. അപ്പോൾ
തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് പോലെ ധ്യാനത്തിലൂടെയും പൂജയിലൂടെയും ചെന്ന് നീ ബദ്രികാശ്രമത്തിൽ പോയി ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒടുവിൽ ഭഗവാൻ വരും. തീർച്ചയായിട്ടും അവൻ ഏത് തരത്തിലുള്ളവനായാലും അവന് മോക്ഷം ഉറപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് തന്നെയാണ് മഹാദേവൻ ഖണ്ഡാകർണനോട് പറയുന്നതിൻ്റെ പൊരുളും. നീ അവിടെ തന്നെ പോകുക, നേരിട്ട് കാണാൻ ദ്വാരകയിലേക്കൊന്നും പോവണ്ട. നീ ബദരികാശ്രമത്തിലേക്ക് പോയിട്ട് നീ കുറേ പ്രെയർ ചെയ്യൂ. കാരണം പിശാചിന്റെ ജന്മമാണ്, മനുഷ്യരെയൊക്കെ കൊന്ന് തിന്നുന്ന ആ ഒരു ഇതാണ്, അതിന്റെ പാപങ്ങളൊക്കെ തീരണ്ടേ. അപ്പോൾ അതിന്റെ പൊരുൾ പറഞ്ഞു കൊടുക്കുകയും മഹാദേവന്റെ പരമഭക്തനായി ജീവിച്ചത് കൊണ്ട് തന്നെ അവൻ മോക്ഷത്തിന് അർഹനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മഹാദേവനെയും കൂടെ നമ്മൾ പൂജിക്കണം, എല്ലാവരെയും നമ്മൾ പൂജിക്കണം എന്നുള്ളതാണ്. പൂജിക്കുക മീൻസ് ഓരോരോ ഇത് വെച്ചിട്ടല്ല, നമ്മളുടെ ആ എല്ലാ ദൈവങ്ങളെയും നമ്മൾ അനുഷ്ഠിക്കണം, ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകണം. ഇനി ആ മോക്ഷപ്രാപ്തി ലഭിക്കാനായിട്ട് നാരായണനെ കൂടെ അറിയണം. അപ്പോൾ ശിവഭഗവാനെ മാത്രം ഭജിച്ചാൽ പോരാ, നാരായണനെയും ഒപ്പം ഭജിക്കണം. അതിനുള്ള വഴിയും ഇവിടെ മഹാദേവൻ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ സാധ്യമാകും എന്നുള്ള വഴി ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നീ ധൈര്യമായിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകൂ, വേറെ എവിടെയും പോകണ്ട. നമുക്ക് ധ്യാനിക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഭഗവാൻ അവിടെ ധ്യാന രൂപത്തിലിരിക്കുന്ന ഭഗവാനാണ് ബദരികാശ്രമത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ധ്യാനിക്കുക, മീൻസ് തപസ് ചെയ്യുക. അവിടെ നാരായണ മന്ത്രം ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ നിനക്ക് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന്റെ ദർശന സൗഭാഗ്യം. അപ്പോൾ ബദരികാശ്രമത്തിൽ പോയിട്ട് തപസ്സിരുന്ന് ഭഗവാന്റെ നാമത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കണം. മോക്ഷം മാത്രമല്ല, ഭഗവാനെ കാണാനുള്ള ആ ദർശന സൗഭാഗ്യം കൂടെ കിട്ടും എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, തമോ ഗണത്തിൽ മുങ്ങി നടക്കുന്ന അവന് ഒന്നും മനസ്സിലായില്ല. അതായത് മനസ്സൊക്കെ കുരുടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം കൊന്ന് തിന്ന് തല്ലി എല്ലാം നശിപ്പിച്ചു കഴിയുന്ന ആ പിശാചിന്റെ ജന്മമായിട്ടുള്ള ഖണ്ഡാകർണന് അതൊന്നും മനസ്സിലായില്ല. എന്താണ് ഈ ദർശന സൗഭാഗ്യം, അല്ലെങ്കിൽ എന്താണ് തപസ്സിന്റെ പ്രാതിനിധ്യം എന്നൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ അവിടെ ചെന്നിരിക്കാം. കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, പക്ഷെ അവിടെ പോകണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. അപ്പം ശരി, ഇനിയിപ്പോൾ അതിന് കൂടുതൽ ചോദിക്കണ്ട എന്ന് കരുതിയിട്ട് ഖണ്ഡാകർണൻ പറയുകയാണ്, ശരി താങ്കൾ പറഞ്ഞതുപോലെ സ്വാമി, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബദരികാശ്രമത്തിലേക്ക് പോയിട്ട് അവിടെ പോയി ഞാൻ ധ്യാനത്തിലിരിക്കാം, ഞാൻ തപസ്സിരിക്കാം. ശരി, ശ്രീകൃഷ്ണനെ കണ്ടാൽ എങ്ങനെ ഞാൻ മനസ്സിലാക്കും? അപ്പോൾ അവിടെ പോയിരിക്കാം, ശ്രീകൃഷ്ണൻ വരും, ദർശനഭാഗ്യം നൽകും എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ശ്രീകൃഷ്ണൻ എങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ നോക്കിയിട്ടില്ലല്ലോ. ഹരിയുടെയും ഹരന്റെയും രൂപം വന്നപ്പോൾ പോലും അദ്ദേഹം ഹരിയുടെ രൂപത്തിലേക്ക് നോക്കിയില്ല, ഹരനെ മാത്രം നോക്കിയുള്ളൂ. അപ്പൊ എങ്ങനെ ഇരിക്കും ആ ശ്രീകൃഷ്ണൻ? ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇത് ശ്രീകൃഷ്ണൻ, ഏതാണ് ശ്രീകൃഷ്ണൻ എന്ന് ഞാൻ മനസ്സിലാക്കും ചോദിക്കണം. എനിക്കതിനുള്ള കഴിവില്ലല്ലോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയണം. അപ്പൊ ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ബ്രഹ്മാണ്ടത്തിൽ ഇത്രയും സുന്ദരനായ ഒരു വ്യക്തിയെ അങ്ങ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. രുക്മിണി ദേവി പണ്ട് പ്രേമലേഖനം എഴുതിയതിൽ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? ഭുവന സുന്ദര എന്നുള്ളതായിരുന്നു അല്ലേ. 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ഭംഗിയാർന്ന ആളാണ് നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥനായിട്ടുള്ള ശ്രീമൻ നാരായണമൂർത്തി, ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പോൾ അതുപോലെ സൗന്ദര്യമുള്ള വേറെ ഒരാളും തന്നെ ഈ ഭൂമിയിൽ എങ്ങും നീ കണ്ടിട്ടുണ്ടാവില്ല. ശ്രീകൃഷ്ണൻ അത്രയും സുന്ദരനായിരിക്കും എന്ന് പറയാണ്. കോടി മന്മഥന്മാർ വന്ന് നിന്നു കഴിഞ്ഞാൽ, കോടിക്കണക്കിന് മന്മഥന്മാർ വന്ന് നിന്നു കഴിഞ്ഞാൽ ആ ശ്യാമസുന്ദരനായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയും ഉത്തമമായിട്ടുള്ള ഭംഗിയാണ്. ആയിരക്കണക്കിന് മന്മഥന്മാർ വന്ന് നിന്നാലും അവരൊക്കെ മാറിപ്പോവേണ്ടി വരും. അത്രയും ആണ് ആ ശ്യാമസുന്ദരൻ എന്ന് വർണ്ണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് വർണ്ണിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. ഏതു വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് മഹാദേവന് വാക്കുകൾ കിട്ടാതെ വളരെയധികം കുഴങ്ങുകയാണ്. അങ്ങനെ കുഴങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. പീതാംബരം ചുറ്റിയിട്ടുണ്ടാവും, മകര കുണ്ടലങ്ങൾ ഉണ്ടാകും, വനമാലയുണ്ട്, വൈജയന്തി മാലയുണ്ട്, ആ സ്വർണ്ണ കിരീടത്തിൽ ആ മയിൽപീലിയൊക്കെ ചാർത്തിയിട്ടുണ്ടാകും, കൗസ്തുവമൊക്കെ അണിഞ്ഞിട്ട് അങ്ങനെ ആ ശ്യാമസുന്ദരനെ മഹാദേവൻ അങ്ങോട്ട് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അതിലങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഖണ്ഡാകർണൻ കേൾക്കുകയാണ്. മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാന്റെ ആ വർണ്ണനയിൽ 2 കണ്ണും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പീതാംബരം പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ണിന്റെ ഉള്ളിൽ വെച്ച് കാണുകയാണ് ഭഗവാനെ. അത്രയും ശ്രദ്ധയോടു കൂടിയിട്ട് ആ പിശാച് പിശാചിന്റെ സ്വഭാവമായിട്ടുള്ള ആ ഖണ്ഡാകർണൻ കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ ആ
വർണ്ണനകൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ മനസ്സിൽ ഭഗവാൻ പറയുന്ന കാഴ്ചകളെല്ലാം അങ്ങനെ കാണുകയാണ്. നിങ്ങളും അതുപോലെ കാണൂ, കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാന്റെ ആ രൂപത്തെ ഇങ്ങനെ ഒന്ന് വർണ്ണിക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഖണ്ഡാകർണന്റെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് കണ്ണിക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. എന്നിട്ട് ആലോചിക്കുമ്പോൾ ഈ ജന്മം എത്ര സാർത്ഥകമായി മാറുന്നിട്ട് ആലോചിക്കുകയാണ്, ഇത്രയും ഭംഗിയുള്ള, ഇത്രയും ലോകപിതാവായിട്ടുള്ള ഈ ഭഗവാനെ കാണുകയാണെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരിക്കും, ഞാൻ എത്ര നല്ലവനായി തീർന്നു, എൻ്റെ ആ നിർഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് കിട്ടിയിട്ടുള്ള ആ ശാപമെല്ലാം അതോടെ തീർന്നു പോകുമില്ലേ എന്ന് ഖണ്ഡാകർണൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഒരു മഹത് വ്യക്തിയെ തനിക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മഹത് വ്യക്തിയാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവർക്കും കാണാൻ പറ്റില്ല. കാരണം എന്താണ്, അത്രയേറെ പാപകർമ്മങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ നാരായണന്റെ പ്രത്യക്ഷ രൂപം അത്രയും സുന്ദരനായിട്ടുള്ള, അത്രയും മഹത്വമായിട്ടുള്ള, അത്രയും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ രൂപം തനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടോ? എന്നിട്ടും സംശയമാണ് ഖണ്ഡാകർണന്. ഇത്രയും മഹത്വമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അങ്ങ് വർണ്ണിച്ചു തരുന്നത്. അങ്ങ് വർണ്ണിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ്? ആ മഹത്വത്തിന്റെ പ്രത്യക്ഷ രൂപത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനായ പാപിക്ക് സാധിക്കുമോ? അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടോ എന്ന് ശിവഭഗവാനോട് ചോദിക്കുകയാണ്. എന്തായാലും തനിക്കതെന്തായാലും കാണണം. പിന്നെ അങ്ങനെ തോന്നുകയാണ്, എനിക്ക് എന്തായാലും ഭഗവാനെ ഒന്ന് കാണണം. അങ്ങനെ ഭഗവാന്റെ ഗുണവും രൂപവും ഭഗവാന്റെ സ്വഭാവവും ഒക്കെ അങ്ങോട്ട് മഹാദേവൻ പിന്നെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. ബാക്കി ലീലകൾ ആടിയതെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഖണ്ഡാകർണന് വർണ്ണിച്ചു കൊടുക്കുന്നു. എന്നിട്ടോ അവൻ പറയാണ്, ഭഗവാനോട് അത്യധികമായിട്ടുള്ള സ്നേഹമോ ആരാധനയോ ഒക്കെ ജനിക്കുകയാണ്. അങ്ങനെ ആ ഹരിയുടെ നാമം കേട്ട ചെവി അടച്ചു പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചെവിയിൽ മണികെട്ടി തൂക്കി ആ സൗണ്ട് കേൾക്കാതിരിക്കുന്ന, നാരായണ മന്ത്രം ചൊല്ലാത്ത, നാരായണ മന്ത്രം ചൊല്ലുന്ന ആളുകളെ കൊല്ലുകയും തിന്നുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഖണ്ഡാകർണന് മഹാദേവൻ ഭഗവാന്റെ രൂപം ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അറിയാതെ ഭക്തി അങ്ങനെ വരികയാണ്. ഭക്തിയൊക്കെ അങ്ങനെ ജനിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ആരാധിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ്. അപ്പൊ തന്നെ തോന്നുകയാണ്, ഇപ്പൊ തന്നെ എനിക്ക് കാണണം, ഇനി കുറെ നാൾ തപസ് ചെയ്യാനൊന്നും വയ്യ, എനിക്ക് ഇപ്പൊ തന്നെ ഭഗവാനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ജനിക്കുകയാണ്. നാരായണനെ, ഇപ്പോൾ ശ്രീകൃഷ്ണനെ അങ്ങനെ ആ കാണണം എന്നുള്ള ആ മോഹം അങ്ങനെ ജനിക്കുന്നു. പിന്നെ ഓടി മഹാദേവനോട് അനുഗ്രഹം വാങ്ങി. പിന്നെ ഒന്നും നിൽക്കില്ല, ചാടി എണീറ്റിട്ട് മഹാദേവന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ടുന്ന വന്ദിച്ചിട്ട് ഞാൻ പോവുകയാണ്, ഇനി ഞാൻ കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ വേഗം പോട്ടെ, ബദ്രികാശ്രമത്തിലേക്ക് പോവട്ടെ, അവിടെ പോയിട്ട് ഞാൻ വേഗം ധ്യാനത്തിന് ഇരിക്കട്ടെ. ആ കാണാനുള്ള ആ ഒരു ഇഷ്ടം, അങ്ങനെ ആഗ്രഹം അങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ ആ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ഒന്ന് കാണാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും വേണ്ടിയിട്ട് ഖണ്ഡാകർണൻ അങ്ങനെ ബദ്രികാശ്രമത്തിലേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ താൻ നേരത്തെ കടന്നു വന്ന വഴിയിൽ കുറെ സന്യാസിമാർ നാരായണ മന്ത്രം ഉച്ചരിക്കുന്നുണ്ടായിരുന്നല്ലോ. പണ്ട് നേരത്തെ ഫസ്റ്റ് വരുമ്പോൾ അവിടെ കുറെ സന്യാസിമാരൊക്കെ ഇങ്ങനെ നാരായണ മന്ത്രം ഉച്ചരിക്കുമ്പോഴാണല്ലോ ദേഷ്യമൊക്കെ വന്ന് തല്ലാനും ഇതൊക്കെ നിന്നത്. അവരുടെ അടുത്തേക്ക് അങ്ങനെ ഇപ്പൊ ദേഷ്യമൊന്നും ഇല്ലാണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് അവർ പറയുന്നത് പോലെ നാരായണ മന്ത്രം ഖണ്ഡാകർണനും ഉച്ചരിക്കുകയാണ്. ഇങ്ങനെയാണ് അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് സദാസമയവും നാരായണ മന്ത്രവും ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഖണ്ഡാകർണൻ. മനസ്സിൽ മുഴുവൻ മഹാദേവൻ പറഞ്ഞു കൊടുത്ത ശ്രീകൃഷ്ണ രൂപമാണുള്ളത്. അപ്പോൾ ആ കണ്ണുകൾ അടച്ചുകൊണ്ട് നാരായണ മന്ത്രം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സിനിമ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? മഹാദേവൻ ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ചു കൊടുത്തില്ലേ, എങ്ങനെ എനിക്ക് അറിയും ഈ ശ്രീകൃഷ്ണനെ എന്ന് പറഞ്ഞില്ലേ, ആ വർണ്ണനകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെങ്ങനെയും കാണണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആഗ്രഹം ജനിക്കുകയാണ്, എങ്ങനെ എനിക്ക് ഭഗവാനെ കാണണം, ആ തൃപാദങ്ങളിൽ വീണ് നമസ്കരിക്കണം, എനിക്ക് എന്താ പറയാ പശ്ചാത്താപം തോന്നുകയാണ്. ഈ വ്യക്തിയെ എന്താ പറയാ പശ്ചാത്താപം തോന്നാനുള്ള കാരണം എന്താണ്? ഹരിയെ ഞാൻ ഒന്നും പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ കൊണ്ട് ഭഗവാനെ പറഞ്ഞ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെയൊക്കെ ഉപദ്രവിച്ചതിന്റെ പശ്ചാത്താപമായിട്ട് അദ്ദേഹം എനിക്കിപ്പോൾ തന്നെ കാണണം ഭഗവാനെ, കണ്ടിട്ട് ഭഗവാന്റെ ആ താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങളിൽ നമസ്കരിക്കണം, പശ്ചാത്താപത്തോടു കൂടിയിട്ട് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കണം എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഒരു നാമം ചൊല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ
എന്തൊക്കെ ചിന്തകളാണ് വന്നിരിക്കണമെന്ന് നോക്കൂ. നേരത്തെ നാരായണ മന്ത്രം കേട്ടുകഴിഞ്ഞ് ചെവി പൊത്തിയിട്ട് അങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം പിടയുകയാണ്. അതാണ് നമ്മൾക്കും വേണ്ടത്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളൊക്കെ ചെയ്യും, പറയും. അതൊക്കെ ഭൗതിക ലോകത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് അറിയുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കണം, ഭഗവാനോട് മാപ്പിരക്കണം. അതിന് കഴിയണം നമുക്ക്. എങ്കിലേ ഭഗവാൻ നമ്മളെയും കാണുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഘണ്ടാകർണന്റെ ഹൃദയം ഇങ്ങനെ പെടയ്ക്കുകയാണ്. ഭഗവാനെ കാണാനുള്ള ആ അഗമ്യമായിട്ടുള്ള ആഗ്രഹവും അങ്ങനെ താലോലിച്ചുകൊണ്ട് വർഷങ്ങളോളം തപസ് ചെയ്യുകയാണ്. എവിടെ? ബദരികാശ്രമത്തില്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ദ്വാപരയുഗമൊക്കെ അവസാനിക്കാറായി. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു സംശയം, എന്തേ ഭഗവാൻ വരാത്തത്? അതായത് നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരിടത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറെ ലോങ് ടൈം ഉണ്ടെങ്കിൽ എന്ത് ദിവസം പോവാത്തെന്ന് പറയില്ലേ. അതുപോലെ ഭഗവാൻ ഇവിടെ ഘണ്ടാകർണന് തപസ്സിരിക്കുകയാണ്. കുറെ ഒക്കെ കഴിഞ്ഞു പോയി. എന്നിട്ട് എന്താ ഭഗവാൻ വരാത്തത്? വന്നില്ലല്ലോ, ഞാൻ അത്രമാത്രം പാപമല്ലേ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ നാമം കേട്ടിട്ട് ചെവി പൊത്തി മണി കെട്ടി കുലുക്കിക്കൊണ്ട് നടന്നവനല്ലേ. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഭഗവാന് ശ്രീമൻ നാരായണമൂർത്തിയെ മനസ്സിൽ കൊണ്ട് നടക്കണം, അതൊന്നും ഞാൻ കേട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ മോശമാക്കിയില്ലേ, ഞാൻ ആര് പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നുള്ള പശ്ചാത്താപം ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇതാ ഭഗവാനെ കാണാൻ വേണ്ടി തുടിച്ചു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും ഇപ്പൊ ഭഗവാനെ കാണണം എന്നുള്ള ചിന്ത കൊണ്ട് ഘണ്ടാകർണൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അവന് വളരെ നിരാശ തോന്നുകയാണ്. എങ്കിലും ആ പ്രതീക്ഷ പറ്റാതെ, കാണാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കും തോറും കാണാനേ പറ്റുന്നില്ല, സമയം പോവാത്ത പോലെ. എന്നാലും ആ പ്രതീക്ഷ വിടാതെ തന്നെ ആ മനസ്സിൽ മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ രൂപവർണ്ണനയിലൂടെ വായിലെ നാരായണ മന്ത്രവുമായിട്ട് ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റും, വരും ഭഗവാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാദേവന്റെ വാക്ക് ഒരിക്കലും എന്താവില്ല, മോശമാവില്ല, അസത്യമാവില്ല. മഹാദേവന്റെ വാക്കൊരിക്കലും അസത്യമാവില്ല, പറഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് സമയമാവാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. വീണ്ടും അദ്ദേഹം ധ്യാനം തുടർന്നു. അങ്ങനെ ഒടുവിൽ ഒരു നാള് അവൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു തേജോമയമായിട്ടുള്ള, അങ്ങനെ വീണ്ടും കുറേ കാലങ്ങൾ കഴിയുകയാണ്. അങ്ങനെ ഈ കാലങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ആ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് മഹാദേവൻ പറഞ്ഞു കൊടുത്ത കഥയാണ് ഉള്ളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു തേജോമയമായിട്ടുള്ള ഒരു പ്രകാശം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. എന്തോ ഒരു പ്രകാശം വന്നു എന്നുള്ള ആ ഒരു ഇതിലെ കണ്ണുകൾ പതുക്കെ തുറന്നു നോക്കുമ്പോൾ അതാ ആദ്യം കാണുന്നത് മയിൽപീലിയാണ്. ഭഗവാന്റെ ആ കണ്ണുകൾ തുറന്ന് ഇങ്ങനെ ആദ്യം കാണുന്നത്, ഘണ്ടാകർണൻ കാണുന്നത് ഭഗവാന്റെ ആ സ്വർണ്ണ കിരീടത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മയിൽപീലിയാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. അത് കഴിയുമ്പോൾ ആ സ്വർണ്ണ കിരീടത്തിന് താഴെ ഇങ്ങനെ ചുരുൾ മുടികളിലെ കുറുനിരകളുള്ള ആ തലമുടി ഇങ്ങനെ ആ കാറ്റിൽ ഇങ്ങനെ പാറി കളിക്കുകയാണ്. പക്ഷേ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഘണ്ടാകർണന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്താണ്? ശക്തമായിട്ടുള്ള പ്രകാശമാണ് അല്ലേ. ഭഗവാന്മാരെ ഒന്നും നമ്മൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതീവ അവിടെയൊന്നും നമ്മുടെ ഇവിടുത്തെ ഭൂമിയിലേതുപോലെ ലൈറ്റും പ്രകാശവും ഒന്നും ഇല്ല. അവിടെയൊക്കെ ഭഗവാന്മാരുടെ പ്രകാശമാണ്. അവരുടെ ഓറ പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ തലയുടെ ഇങ്ങനെ ഒരു ചന്ദ്രനെ പോലെയൊക്കെ കാണില്ലേ, അതൊക്കെയാണ് അവരുടെ പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശത്തിന്റെ കുത്തു കാരണം ഘണ്ടാകർണന് ഭഗവാന്റെ മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ മുഖത്തേക്ക് നോക്കാതെ പതുക്കെ ഘണ്ടാകർണൻ താഴേക്ക് നോക്കുകയാണ്. അങ്ങനെ താഴത്തേക്ക് വരികയാണ്. ആ പാദങ്ങളിലേക്ക് നോക്കുമ്പോൾ അതാ താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള ആ പദ്മം കാണുകയാണ്. ആ പാദങ്ങൾ കാണുകയാണ്. അങ്ങനെ മേലേക്ക് നോക്കുകയാണ്. ആ പാദം കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ മുകളിലേക്ക് പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പീതാംബരം കാണുന്നു. ആ മഹാദേവൻ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആ കഥയിൽ പറഞ്ഞു തന്നിട്ടുള്ള, മഹാദേവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശ്രീകൃഷ്ണ രൂപ വർണ്ണനയുണ്ടല്ലോ, ആ വർണ്ണനകളിൽ പറഞ്ഞത് എല്ലാം തന്നെ ഇതില് ഘണ്ടാകർണൻ കാണുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ നാരായണൻ ഇത് തന്നെയാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ഇങ്ങനെ വിറക്കുകയാണ്.
ഇത്രയും കാലം താൻ ആർക്കു വേണ്ടിയിട്ടാണോ കൊതിച്ചിരുന്നത്, ഇത്രയും കാലം താൻ ആരെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ തപസിരുന്നത്, അത് ദാ എൻ്റെ കൺമുൻപിൽ വന്ന് നിൽക്കുകയാണ്. കൺമുൻപിൽ ഇതാ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്? സൂര്യ കോടി പ്രഭയിലാണ്. സൂര്യ കോടി, അതായത് കോടി സൂര്യപ്രഭയിലാണ് നമ്മുടെ അടുത്തേക്ക് ഇതങ്ങനെ നടന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നടന്ന് ആ ഘണ്ടാകർണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്താ പറയുക, ഭഗവാനോട് എന്തു പറയണം? അടുത്തടുത്ത് വരും തോറും ഘണ്ടാകർണന്റെ മനസ്സിങ്ങനെ പെടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എന്തു പറയണം, ഇനി എന്ത് ഞാൻ ചെയ്യുക, അവനെ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ ആകെ കുഴങ്ങി മറിഞ്ഞ് നിൽക്കുകയാണ്. ഭഗവാനോട് ഞാൻ എന്താ പറയുക, ഭഗവാൻ ഞാൻ എന്താ കൊടുക്കുക, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒന്നും അറിയാത്ത, എന്താ പറയുക, കുഴങ്ങി മറിയുന്ന ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ഘണ്ടാകർണൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പിശാചാണല്ലോ, അപ്പോൾ അവന് പെട്ടെന്ന് തോന്നുന്നത്, പിന്നെ അങ്ങനെ ചിന്തിച്ചാലും എന്താ പറയുക, പിശാച് ജന്മത്തിലാണല്ലോ നമ്മുടെ ഘണ്ടാകർണൻ ജീവിക്കുന്നത്. അപ്പോൾ ആ പിശാചുക്കൾക്ക് മനസ്സിൽ എന്താ തോന്നുന്നത്? ഭഗവാൻ വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നുക? നമ്മളുടെ സംസ്കാരം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ ഘണ്ടാകർണൻ എന്ന് പറയുന്നത് പിശാചിന്റെ ജന്മത്തിലുള്ളതാണ്. അപ്പൊ അവന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? താൻ എന്താണോ ഭക്ഷിക്കുന്നത് അത് ഭഗവാന് സമർപ്പിക്കണം. എന്നെ കാണാൻ വേണ്ടി ഭഗവാൻ വന്നതല്ലേ, ആ ശ്രീമൻ നാരായണമൂർത്തി, നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥൻ മറ്റാർക്കും ദർശനം കൊടുക്കാതെ എൻ്റെ മുൻപിൽ വന്നതല്ലേ, ഞാൻ എന്താണ് ഭഗവാന് കൊടുക്കേണ്ടത്? അപ്പൊ ഞാൻ എന്താണോ ഭക്ഷിക്കുന്നത് അത് തന്നെ അദ്ദേഹത്തിന് പ്രസാദമായിട്ട് എങ്ങനെ സമർപ്പിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ, അതായത് നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഭഗവാന് പ്രസാദമായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ എന്താണോ ഭക്ഷണം വെക്കുന്നത് അത് നോൺ വെജ് അല്ല, ഇതിപ്പോ പൈശാചികമായിട്ടുള്ള ഒരു ആളായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും, നോൺ വെജ് അല്ലാത്ത എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾക്ക് ഭഗവാന് സമർപ്പിക്കാം. സമർപ്പിച്ചിട്ട് നമ്മൾ അത് കഴിക്കാം. അപ്പോൾ അത് പ്രസാദമായി. അപ്പോൾ പ്രസാദത്തിൽ ഒരിക്കലും നമുക്ക് ദോഷം, വിഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വെക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഭഗവാനെ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന് പ്രസാദമായിട്ട് സമർപ്പിക്കാം. നമ്മൾ എന്ത് സമർപ്പിച്ചാലും അത് സ്നേഹത്തോടു കൂടി വേണം സമർപ്പിക്കേണ്ടത്. സ്നേഹമില്ലാണ്ട് സമർപ്പിച്ച ഭഗവാൻ കഴിക്കില്ല, സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കണം. ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും ഇവിടെ അവൻ ഭക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഘണ്ടാകർണൻ എന്താ ഭക്ഷിക്കുന്നത്? ശവശരീരമല്ലേ ഭക്ഷിക്കുന്നത്. ആ ശവശരീരം ആണ് ഭക്ഷിക്കുന്നത്, അതാണ് അവൻ കൊടുക്കുക. അവൻ മനസ്സിലൂടെ അവന്റെ ചിന്ത പോയത്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഭഗവാനെ കാണുമ്പോൾ പ്രസാദമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പൊ മറ്റുള്ളതൊന്നും അവൻ അറിയില്ല. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ, പായസം, ചോറ്, കറി, അതൊന്നും അവൻ അതേ പറ്റിയിട്ടൊന്നും ഈ പിശാചായിട്ടുള്ള ഘണ്ടാകർണൻ അറിയില്ല. അവന്റെ സംസ്കാരത്തിനനുസരിച്ചിട്ട് അവൻ കഴിക്കുന്നത് ശവമാണല്ലോ. അപ്പൊ ആ ശവമല്ലാതെ അവന് പെട്ടെന്ന് വേറൊന്നും അറിയില്ല. പെട്ടെന്ന് അവൻ എന്തു ചെയ്തു? അവന്റെ അടുത്ത് ധ്യാനിച്ചിരിക്കുന്ന ഒരു സ്വാമി, ഒരു ഋഷിവര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങോട്ട് തല്ലി അങ്ങ് കൊന്നിട്ട് ആ ശവവും എടുത്തിട്ട് ഓടി ചെല്ലുകയാണ് ഭഗവാന്റെ മുൻപിലേക്ക്. ഭഗവാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ഭഗവാൻ എന്താ കൊടുക്കുക? എന്നെ കാണാൻ വരുന്നുണ്ടല്ലോ, മഹാദേവൻ പറഞ്ഞ അതേ ആള് തന്നെയാണ് ഇത്, ഭഗവാന് ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ അവന്റെ സംസ്കാരത്തിലാണ് അവൻ ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ സംസ്കാരം അതല്ല. അപ്പൊ അവന്റെ സംസ്കാരത്തിൽ അവൻ ശവം തിന്നുന്നത് കൊണ്ട് അടുത്ത് ധ്യാനത്തിലിരിക്കുന്ന ആ ഋഷിവര്യനെ തല്ലിക്കൊല്ലുകയാണ്. കൊന്നിട്ട് ആ ബോഡിയും തൂക്കിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടുകയാണ്. ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് ഘണ്ടാകർണൻ അതും തൂക്കിയിട്ട് ഓടുകയാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ആ ശവം വയ്ക്കും. എന്നിട്ട് പറയാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഇതാ സ്വീകരിക്കുമോ? എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് നോക്കൂ. അത് വലിയ തെറ്റാണെന്നൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ല. അത് ഭഗവാന് പ്രസാദമായിട്ട് കൊടുക്കുകയാണെന്നുള്ള ആ സന്തോഷത്തിൽ പറയുകയാണ്, ഭഗവാനെ ഇതാ സ്വീകരിക്കൂ പ്രസാദമായിട്ട്. ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി തപസ് ചെയ്യുകയാണെന്ന് അറിയാമോ? എന്തേ വരാൻ വൈകിയത് എന്ന് ചോദിക്കും. ഇപ്പോഴെങ്കിലും എൻ്റെ കൺമുമ്പിൽ വരാൻ അങ്ങേക്ക് തോന്നിയല്ലോ, ഇവിടെ നിങ്ങൾക്ക് തോന്നാം. അപ്പൊ എന്താ പറയാ, അപ്പൊ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആളോ പെട്ടെന്ന് മുന്നിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനനുസരിച്ചിട്ട് അദ്ദേഹം അത് ചെയ്തു. അത് തെറ്റല്ല. ഇവിടെ നിങ്ങൾക്കിപ്പോ തോന്നും, ആ പാവപ്പെട്ട ഋഷിയെ കൊന്നത് ശരിയാണോ തെറ്റാണോ? നമ്മളുടെ ഭാഗത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ അത് ഘണ്ടാകർണന്റെ ഭാഗത്തേക്ക് എടുത്തു നോക്കുമ്പോൾ അത് ശരിയാണ്. എന്താണത് അങ്ങനെ പറയാൻ കാരണം? എപ്രകാരമാണ്? ഭഗവാൻ മോക്ഷം കൊടുക്കുക. നോക്കൂ, ആ ഋഷിവര്യൻ ഇനിയും ഏറെ കാലങ്ങളോളം തപസ്സിരുന്നിട്ട് വേണം അദ്ദേഹത്തിന് ഒരു മരണം അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ, അല്ലേ? പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത്രയധികം ധ്യാനിച്ചിട്ടും ആ പിശാചിനെ അങ്ങനെ കൊല്ലണം എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയില്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും.
കാരണം ഭഗവാന്റെ നാമത്തിലൂടെ ജീവിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ഒരു സംസ്കാരം പോയില്ലല്ലോ. പോവില്ല. എങ്ങനെയാണ് പോവുക? പിശാചിന്റെ സംസ്കാരത്തിലുള്ള ആളുടെ അത് പോവില്ല. അത് ജന്മനാ ഉള്ള, അത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്നതാണ്. പോയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. അതൊക്കെ വാസനയുള്ള, അതാണ് വാസന എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, എന്താ പറയുക, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറയില്ലേ, അതാണ്, ആ ഒരു വാസനയാണ്, ജന്മവാസനയാണ് അത്. അതാണ് അവരുടെ വാസന. ആ വാസനകളൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല. ആ ജന്മം ആയതുകൊണ്ടാണ് അത് പോവാത്തത്. വേറെ വല്ല ജന്മത്തിലാണെങ്കിൽ അത് പോകുമായിരുന്നു. പിശാചിന്റെ വാസനയാണ്, എത്ര ധ്യാനിച്ചാലും മാറില്ല. കാരണം തമോ ഗുണം ഉള്ള ആളാണ് ഘണ്ടാകർണൻ. മനസ്സിൽ ക്രൂരതയും ക്രൂരകൃത്യങ്ങളും കൊല്ലലും ഒക്കെ ഉള്ള ആ മനസ്സിന്റെ ഉടമയാണ് ഘണ്ടാകർണൻ. എന്നാലോ തമോ ഗുണത്തിൽ പോലും അവന് ഭക്തി ഉണ്ടായി. ആ തമോ ഗുണം ഉണ്ടായിട്ടും അവന്റെ മനസ്സിൽ ഹരിയെ നമിക്കാൻ തോന്നി എന്നുള്ളതാണ് അവിടുത്തെ പ്രസൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഭഗവാനോട് അദ്ദേഹത്തിന് അഗമ്യമായിട്ടുള്ള സ്നേഹവും ആരാധനയും ആത്മസമർപ്പണവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു ക്രൂരകൃത്യം ആയാൽ പോലും നമ്മളതിൽ പശ്ചാത്തപിക്കുക എന്ന് വെച്ചിട്ട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാനല്ല പറയുന്നത്. അത് അവരവരുടെ സംസ്കാരത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് തല്ലുക എന്ന് പറഞ്ഞാൽ, അച്ഛനമ്മമാരും കുട്ടികളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് അവരെ നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് അച്ഛനമ്മമാരെ തല്ലാൻ പറ്റുമോ? പറ്റില്ല. അത് നമ്മുടെ സംസ്കാരമല്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് ഭഗവാന് വേണ്ടി നാം എന്ത് ചെയ്താലും പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും നമ്മളും ഈ ഒരു അവസ്ഥയിൽ ഭഗവാനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ ഋഷിവര്യന്റെ കാര്യം എടുത്തു നോക്കൂ. അയാൾ ഇനിയും കുറേ കാലങ്ങൾ തപസ്സനുഷ്ഠിക്കേണ്ടിയിരിക്കാം അല്ലേ? ഭഗവാനിലൂടെ മോക്ഷം നേടാൻ അദ്ദേഹത്തിന് കുറേ കാലം വേണ്ടി വരും. പക്ഷേ അത് എളുപ്പത്തിൽ നടന്നില്ലേ? അത് ആരിലൂടെയാണ്? ഘണ്ടാകർണനിലൂടെ അത് എളുപ്പത്തിൽ നടന്നില്ലേ? അത് ഘണ്ടാകർണൻ പെട്ടെന്ന് കൊല്ലുന്നു, ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നു. അതാണ് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഇവരുടെ സംസ്കാരം അതിലേക്ക് ചേരുമ്പോൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ, പക്ഷേ എന്താ പറയുക, ഈ ഘണ്ടാകർണൻ എന്ന ഭക്തനിലൂടെ ആ ഋഷിവര്യന് പെട്ടെന്ന് ശാപമോക്ഷം കിട്ടി എന്നാണ് നമ്മളൊക്കെ വിചാരിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ അത് ചെയ്തത് മോശമായി എന്ന് പറയലല്ല. അതാണ്, അതിലൂടെ ഭഗവാൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു മോക്ഷം കൊടുത്തു. അതൊരു കാരണമായി. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാരണം ഇല്ലാതെ മരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം കൊണ്ടാണ് മരിച്ചത്. അല്ലാതെ ഒരു കാരണം ഇല്ലാതെ ആരെങ്കിലും മരിക്കുവോ? അങ്ങനെ പറയാറുണ്ട് ചില ആൾക്കാർ. ഒരു കാരണമില്ല, അയാൾ മരിച്ചു, അത് വെറുതെയാണ്. ഒരു കാരണമുണ്ട് അയാൾക്ക് മരിക്കാൻ. അത് എങ്ങനെയുള്ള മരണമാണെങ്കിലും ഒരു കാരണം കൊണ്ടേ അദ്ദേഹം മരിക്കുള്ളൂ. അപ്പൊ ആ ഒരു വസ്തുത നമ്മൾ എപ്പോഴും തിരിച്ചറിയണം എന്നുള്ളതാണ്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ മുന്നിൽ തന്നോട് പ്രസാദം വെക്കണം. ഘണ്ടാകർണൻ ആ പ്രസാദമായിട്ട് വെച്ചിരിക്കുന്ന ഋഷിവര്യന്റെ ശരീരത്തില് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവനെയും നോക്കും. ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഇവൻ ചെയ്തത്? ശവത്തിലും നോക്കുന്നു, അവന്റെ മുഖത്തേക്കും ഭഗവാൻ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരിയായി കണ്ണീർ ഒഴുകി വരികയാണ്. ഭക്തി കൊണ്ട് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് തന്റെ മുൻപിൽ ഒരാളെ തല്ലിക്കൊന്നിട്ട് വെച്ചിട്ട് ഭഗവാനെ ഇത് പ്രസാദമാണ്, സ്വീകരിക്കുന്നുണ്ട്. പരമമായിട്ടുള്ള ഭക്തിയിൽ ഇങ്ങനെ, അഗമ്യമായിട്ടുള്ള ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഘണ്ടാകർണന്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ധാരധാരിയായി വെള്ളം ഒഴുകുകയാണ്. അത് ഭക്തിയായിട്ടാണ് അവിടെ പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെയും ഒരു ഭക്തി അല്ലേ? അങ്ങനെ പറയുകയാണ്. ഈ കൊന്നത് പാപമാണോ? ഇനി പറയൂ, നോക്കൂ. ഈ കൊന്നത് പാപമാണെന്നോ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നും ഒന്നും അറിയില്ല. അതായത് പൈശാചികമായിട്ടുള്ള ജീവിതത്തിൽ ഇരിക്കുന്ന ഘണ്ടാകർണന് ഈ ഒരു ആളെ കൊല്ലാൻ പാടില്ല, അത് കൊല്ലുന്നത് പാപമാണ്, അല്ലെങ്കിൽ ഇതിനെ എടുത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് വെക്കാൻ പാടില്ല, അത് ശരിയല്ല, അതൊന്നും പിശാചിന് അറിയില്ല. അതല്ലേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് പിശാചിന്റെ സ്വഭാവം കാണിക്കണമെന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പിശാചാണോ പ്രേതാണോ ഒക്കെ ചോദിക്കുന്നത്. അതൊന്നും ഘണ്ടാകർണൻ അറിയില്ല. ആ പിശാചിന്റെ ഭക്ഷണമായിട്ട് താൻ കഴിക്കുന്നത് അതാണ്, ശവമാണ്. അപ്പൊ പിന്നെ അത് ഞാൻ കഴിക്കുന്നതല്ലേ എന്റെ ഭഗവാന് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഘണ്ടാകർണന് എന്ന് കരുതിയിട്ടാണ്. അത്രയേ ഉള്ളൂ. അതാണ് അവിടെ ചെയ്തു പോയത്. അത് ഭഗവാനോടുള്ള സ്നേഹം കാരണമാണ്. ഘണ്ടാകർണന്റെ അഭിപ്രായത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഘണ്ടാകർണൻ ഭഗവാനോടുള്ള അഗമ്യമായിട്ടുള്ള സ്നേഹമാണ്. ഇതിൽ തെറ്റ് ശരി തീരുമാനിക്കേണ്ടത് നമ്മളൊന്നും അല്ല, ഭഗവാനാണ്. നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ നമുക്കൊന്നും അത് വാദിക്കാൻ പറ്റില്ല. അത് ആർക്ക് മാത്രമാണ്? സാക്ഷാൽ നാരായണമൂർത്തിക്ക് മാത്രമാണുള്ളത്. ഭഗവാൻ എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക? ഒരാളെ തല്ലിക്കൊന്നിട്ട് വെച്ചിട്ട് പ്രസാദം എന്ന് പറഞ്ഞപ്പോൾ ആ ആൾക്കും ഈ ആൾക്കും രണ്ടുപേർക്കും ഭഗവാൻ എന്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക? തന്റെ മുന്നിൽ സമർപ്പിക്കുന്ന വസ്തുവിന്റെ വിലയോ നിലയോ ഒന്നും ഭഗവാൻ നോക്കില്ല. എല്ലാവർക്കും ഒരുപോലെ ഭഗവാന്റെ മുമ്പിൽ പ്രസാദം വെക്കാൻ പറ്റുമോ? ഇല്ല. അവനവന്റെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവനവന് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എന്ന് വെച്ചിട്ട് സ്വർണം കിരീടം വെച്ച ആളും
നമ്മളൊരു തുളസി ഇല അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുന്നിക്കുരുവോ ഒരു മഞ്ചാടിക്കുരുവോ അല്ലെങ്കിൽ ഒരിത്തിരി വെള്ളമോ വെച്ചാൽ അല്ലെങ്കിൽ ഒരു പൂവോ കൊണ്ട് വെച്ചാൽ നമുക്ക് അനുഗ്രഹം കുറഞ്ഞൊന്നും പോവില്ല. ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ത് തന്നെയാണ്? പാവപ്പെട്ടവരെ തന്നെയാണ്. ഒന്നും ഇല്ലാത്തവനെയാണ് ഭഗവാൻ ഇഷ്ടം, അവന് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഉള്ളവനിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ അയാൾക്ക് അവിടെ തോന്നുകയാണ്, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടിട്ടില്ലേ സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ധാരാളം ഉണ്ട്. അദ്ദേഹത്തിന്റെ സാധനങ്ങൾ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വിധിച്ചു കൊടുക്കാം. അതങ്ങനെ കിരീടം മുറിച്ചല്ല കൊടുക്കുന്നത്, ആ ഒരു അനുഗ്രഹത്തിലൂടെ എല്ലാവരിലേക്കും കൊണ്ടുവരാം എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഗുരുവായൂരിലേക്ക് വരാൻ പറ്റുണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലേ? അതാണ് നമ്മൾ അവിടെ ആ പ്രസൻസ് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ വിലയും നിലയും ഒന്നും അല്ല ഭഗവാൻ നോക്കുന്നത്, അത് സമർപ്പിക്കുന്നയാളുടെ മനസ്സില് ഹൃദയത്തില് തന്നോട് എത്ര സ്നേഹമാണ്. സ്നേഹത്തോടുകൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭഗവാന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ വിലയും ഗുണവും നിലവാരവും ഒന്നും നോക്കില്ല. ഫസ്റ്റ് ക്വാളിറ്റി ആണോ, സെക്കൻഡ് ക്വാളിറ്റി ആണോ, ക്വാണ്ടിറ്റി ഉള്ളതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, ഇതൊന്നും ഭഗവാൻ നോക്കില്ല. ആ വെക്കുന്നയാളുടെ മനസ്സിൽ ഭഗവാൻ എന്ത് സ്ഥാനമാണുള്ളത് അതാണ് നോക്കുക. ഇവിടെ ശവമാണെന്ന് ഘണ്ടാകർണൻ സമർപ്പിച്ചത് ഭഗവാന്റെ മുമ്പിൽ അല്ലേ? അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഭഗവാന് നിറഞ്ഞൊഴുകുന്ന ഭക്തിയും ആത്മാർത്ഥതയും ആത്മസമർപ്പണവും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അത് വളരെ ആത്മാർത്ഥതയോടും ആത്മസമർപ്പണത്തോടും ഭക്തിയോടും കൂടിയിട്ടാണ് ആ ശവത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അവനെ അനുഗ്രഹിക്കുകയാണ്, അവനെ ചേർത്ത് പിടിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ എന്താ പറയാ, കൈലാസത്തിൽ പോകുന്ന വഴിക്ക് ബദ്രികാശ്രമത്തിൽ എത്തുന്ന ശ്രീകൃഷ്ണൻ അറിയാണ് ഘണ്ടാകർണൻ എന്ന ഭക്തനെ പറ്റിയിട്ട്. അപ്പൊ ശരിക്കും ഇയാള് ഇപ്പൊ ഈ ഒരു കാഴ്ച മാത്രമാണ് കണ്ടത് അല്ലെ? അപ്പൊ ശരിക്കും അങ്ങനെ കൈലാസത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ നിന്നാണ് ശരിക്കും ഘണ്ടാകർണൻ എന്താണ്, ആരാണ് എന്നൊക്കെ ഭഗവാൻ കൂടുതൽ അറിയുന്നത്. എല്ലാം അറിയാം, ഒരു മായ. അത്രയും പരമഭക്തനെ കാണാൻ നേരിട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ അത്രയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ പരമഭക്തനെ എനിക്ക് കാണണ്ടേ? അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവിടേക്ക് വരികയാണ്, ഭദ്രകിയിലേക്ക് വരികയാണ്. ഭക്തന് നേരിട്ട് ദർശനം കൊടുക്കണം, അവൻ ആഗ്രഹിച്ചത് അതല്ലേ? അപ്പൊ അവന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ കൊന്ന് ശവം വെച്ച് പ്രസാദമാണെന്ന് പറഞ്ഞ് അവനെ കാണാൻ ഭഗവാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ലല്ലോ. അപ്പൊ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ സദാസമയവും ഉണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ല, നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനിൽ ആദ്യം സമർപ്പിച്ചിട്ട് ചെയ്യുക. കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നമ്മൾ ഭഗവാനോട് പെർമിഷൻ എടുത്ത് ചെയ്യുക. അപ്പോൾ ആ മഹത്വമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഋഷിവര്യന് അപ്പോൾ തന്നെ മോക്ഷം കൊടുത്തു അല്ലേ? അയാൾ എത്രയോ കാലം തപസ്സിരുന്ന് മരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയാണ്. മാത്രമല്ല ഘണ്ടാകർണനും അവന്റെ അനുജനും മോക്ഷം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ മഹത്വമുള്ള ഘണ്ടാകർണന്റെ കഥ കൈലാസത്തിൽ നിന്ന് അറിയുന്നതോട് കൂടിയിട്ട് ഘണ്ടാകർണനെയും അദ്ദേഹത്തിന്റെ അനിയനും മോക്ഷം കൊടുക്കുകയാണ് ഭഗവാൻ. അങ്ങനെ അവന് ദേവന്മാരുടെ സ്ഥാനം കൊടുക്കുകയാണ്. ദേവന്മാർക്ക് എന്ത് സ്ഥാനമാണോ ഭഗവാൻ കൊടുക്കുന്നത് ആ സ്ഥാനം നമ്മുടെ ഘണ്ടാകർണനും കൊടുക്കുകയാണ്. അതായത് ദേവഭൂമി ആയിട്ടുള്ള ആ സ്ഥാനം എന്താണ്? ദേവഭൂമിയാണ് ബദ്രികാശ്രമം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് അല്ലെ? ഹിമാലയത്തിലെ ആ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ദേവഭൂമിയാണ്. ആ ദേവഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം കൊടുക്കുകയാണ്. അത് ദേവന്മാരുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അതായത് ദേവഭൂമിയായ ബദ്രികാശ്രമത്തിനെ പരിപാലിക്കാനുള്ള ചുമതലയാണ് കൊടുക്കുന്നത് ഫുള്ള് മേൽനോട്ടക്കാരൻ. അതിന്റെ ദ്വാര കവാടം എന്നെന്നും സംരക്ഷിക്കാനുള്ള ചുമതലയും കൊടുത്ത് ദേവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ഭഗവാൻ അവനെ ഘണ്ടാകർണനെ ഉയർത്തി. നീ ദേവഭൂമിയെ മുഴുവനായിട്ടും കാത്തു സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ദേവന്മാർക്കുള്ള അതേ സ്ഥാനം പിശാചിന്റെ രൂപത്തിലിരുന്ന, പിശാചിന്റെ വംശത്തിലിരുന്ന ആ ഘണ്ടാകർണന് കൊടുക്കുകയാണ്. അപ്പൊ പിശാച എന്താ പറയാ, പൈശാചികമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ദേവനിലേക്ക് ഉയരാൻ ഭഗവാൻ കൊടുത്ത ആ ഒരു കാരുണ്യമുണ്ടല്ലോ, അത് നമ്മളും അതുപോലെ ഭക്തി ഇരുന്നാൽ നമ്മളുടെയും ഈ പൈശാചികമായിട്ടുള്ള സ്ഥിതിയൊക്കെ മാറുന്ന പറയുന്നത്. അങ്ങനെ പിശാചായിട്ടുള്ള അവനെ ഇന്നും മാനാഗ്രാമത്തിൽ അവനെ അനേകം ജനങ്ങൾ പൂജിക്കുന്നുണ്ട്. പിശാചാണ് ഘണ്ടാകർണൻ. പക്ഷേ ഇന്നും മാനാഗ്രാമത്തിൽ അവിടെ പോകുന്ന എല്ലാ ആൾക്കാരും ഘണ്ടാകർണനെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? എന്താണ്? ബദ്രികാശ്രമത്തിന്റെ ചുറ്റുവട്ടവും എപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന ഒരു ഭാഗമാണ്. എപ്പോഴും കല്ലിടിച്ചിലും മഴയും ഉരുൾപൊട്ടലും അല്ലെങ്കിൽ കല്ലിടിഞ്ഞു വീഴലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത്രയും പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്ന ആ ഭൂമിയിൽ സംരക്ഷകനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മനുഷ്യർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. തണുപ്പും ഓക്സിജൻ ലെവലൊക്കെ വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള സ്ഥലമാണ് ഈ ബദ്രീനാഥ് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന്റെ പാദം
എന്താ പറയുക സ്പർശിക്കണമെങ്കിൽ, നമുക്ക് ബദ്രിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ഭഗവാൻ കൂടെ വിചാരിക്കണം. ഭഗവാൻ വിചാരിച്ചെങ്കിൽ മാത്രമാണ് ആ ദേവഭൂമിയിൽ നമ്മുടെ പാദം പതിയുള്ളൂ. നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പറയും നമ്മൾ നല്ല ആളാണെന്ന്, പക്ഷെ അത് നമ്മളല്ലല്ലോ പറയേണ്ടത്, ഭഗവാനല്ലേ പറയേണ്ടത്. ആ ദേവഭൂമി ആയിട്ടുള്ള ബദ്രികാശ്രമത്തിലേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ എടുത്തു വെച്ച ആൾക്കാർ അത്രയും പുണ്യം നേടിയ ആൾക്കാരായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനേകം ജന്മം പുണ്യമാർജിക്കണം, കുറേ കാലങ്ങളോളം, അത് അത്രയും ജന്മജന്മാന്തരമായിട്ട് പുണ്യം കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ബദ്രിക ക്ഷേത്രത്തിന്റെ കാവൽക്കാരനായിട്ടാണ് ഭഗവാൻ ആരെ നിയോഗിച്ചിട്ടുള്ളത്? ഖണ്ഡാകർണനെ നിയോഗിച്ചിട്ടുള്ളത്. ഖണ്ഡാകർണനെ എല്ലാ ഭഗവാന്റെ ഭക്തരും ബദ്രിനാഥിൽ പോകുമ്പോൾ നമുക്കൊക്കെ ഇനി ബദ്രിനാഥിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും മനസ്സിൽ ചിന്തിക്കണം, നമ്മുടെ മനസ്സിനകത്ത് ആഗ്രഹം വേണം, എന്നാലേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ ആഗ്രഹം നടക്കുമ്പോൾ നമ്മളും അവിടെ എത്തുമ്പോൾ ആ മാനഗ്രാമത്തിൽ ചെന്നിട്ട് ഈ ഖണ്ഡാകർണനെ കാണാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇത് കണ്ടുപിടിച്ച് നമ്മൾ അവരെ നമസ്കരിക്കണം. ഈശ്വരന്മാരുടെ പേരിൽ തമ്മിലടിച്ച് മരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇപ്പോൾ മതത്തിന്റെ പേരിൽ അടിയും പിട്ടിയും ബഹളം ഒക്കെ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും വേണം. ഭൗതികപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരന്മാരുടെ പേരിൽ വെല്ലുവിളിക്കുന്നതും എന്താ പറയുക, ഞാൻ ആളാണ്, ഈ ആളാണ്, എൻ്റെ കഴിവ് അവർക്കുണ്ടോ ഇവർക്കുണ്ടോ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലമാണ് ബദ്രികാശ്രമം എന്ന് പറയുന്നത്. അടുത്ത ജന്മം ഇഷ്ടപ്പെട്ടത് കിട്ടാനൊക്കെ, നമുക്ക് സിദ്ധികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, യോഗസിദ്ധികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയും ദൈവങ്ങളെയൊക്കെ വിളിക്കുകയോ മന്ത്രമോ മായോ ഒക്കെ നമുക്ക് ചെയ്യാം. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ നമുക്ക് നേടാൻ പറ്റും. മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെ ആരിൽ നിന്നും കിട്ടുന്ന ഒന്നല്ല, അത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒന്നാണ്. അത് കിട്ടണമെങ്കിൽ ഹരിഹര തത്വം നമ്മൾ അറിഞ്ഞിരിക്കണം, ഹരിയെയും ഹരനെയും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ബദ്രീനാഥനായിട്ടുള്ള ശ്രീ നാരായണൻ, കേദാർനാഥനായിട്ടുള്ള മഹാദേവൻ അല്ലേ. കേദാർനാഥന്റെ ഭൂമിയാണ് ബദ്രിക. അവിടെ ഭഗവാൻ പോയിട്ട് ഒരു കുഞ്ഞുകുട്ടിയുടെ വടുവിന്റെ രൂപത്തിൽ പോയിട്ട് അങ്ങനെ ആ ഭാഗത്ത് പോയിട്ട് ധ്യാന രൂപത്തിൽ ഇരിക്കുന്നുള്ള കഥയാണ് ഭഗവാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ, ഹരിയുടെ തത്വം അറിയണമെങ്കിൽ നമ്മൾ ഒരു രണ്ടാളെയും പറ്റി അറിയണം. ഇത് രണ്ടും രണ്ടല്ല, ഹരിയും ഹരനും ഒന്നാണ് എന്നുള്ള തത്വം നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ആ തത്വസംഹിത പൂർത്തിയാവുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒന്നാണ്. ഈ തത്വമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സദാ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇരിക്കുക എല്ലാവരും. എന്തായാലും നമ്മൾ ആ വഴിയിൽ എത്തിച്ചേരും. എപ്പോഴായാലും നമുക്കൊരു മരണമുണ്ട്. ആ മരണം എപ്പോഴെങ്കിലും വരുന്നതിനെ കാത്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ സമയം ഇഷ്ടംപോലെ ഉണ്ട്. ആ സമയത്ത് ഭഗവാനെ പറ്റി അറിയാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും അങ്ങനെയുള്ള, അതേപോലെ തന്നെ എന്താണ് നമുക്ക് പാദസേവ ചെയ്യാൻ പറ്റുന്നത്, ഉള്ള സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അത് 24 മണിക്കൂറും പാദസേവ ചെയ്യാനൊന്നും ഭഗവാൻ പറയുന്നില്ല, ആരും പറയുന്നില്ല. നമ്മൾ ലൗകിക ജീവിതത്തിലാണ്, ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്യാസ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്ന് നമുക്ക് സാധ്യമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ഉള്ള സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആ സമയം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ആ മോക്ഷം എന്നുള്ള ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട് അല്ലേ. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എന്തോരം ഹാപ്പി ആയിട്ടാണല്ലേ ഞാനും ആഘോഷിക്കാറുണ്ട്. നമ്മളെല്ലാവരും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓരോ ഹാപ്പി ബർത്ത്ഡേകളും ആഘോഷിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും കൊഴിഞ്ഞു പോവുകയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓരോ ബർത്ത്ഡേകൾ ആഘോഷിക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മോക്ഷത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നില്ല. അവിടെ ഹാപ്പി മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ പുറകിലുള്ള തത്വം എന്തെന്ന് അറിയുന്നില്ല. അപ്പം അതെന്തായാലും നമ്മൾ ആ വഴിയിലേക്ക് എത്തും. എപ്പോഴായാലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് സർവം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കുക. അങ്ങനെ ആയിത്തീരട്ടെ. ഖണ്ഡാകർണനെ പോലെ ഒരു മാറ്റം നമ്മളിലും ഉണ്ടാവട്ടെ. എന്നിട്ട് ഖണ്ഡാകർണനെ ഭഗവാൻ കാണാൻ വന്നില്ലേ, അതുപോലെ നമ്മളെയും ഭഗവാൻ കാണാൻ വരട്ടെ. ആ കാണാൻ വരുന്നതിലൂടെ ഭഗവാൻ നമുക്ക് മോക്ഷം തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം എന്തായാലും നമ്മൾ ആ വഴിയിലൂടെ എത്തിച്ചേരും. സർവം കൃഷ്ണാർപ്പണമസ്തു. യദുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.